ഹായ് ഹലോ എവ്രി വൺ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ അനലൈസിസ് ചെയ്യും. ഫോർ നെക്സ്റ്റ് വീക്കുള്ള അനലൈസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് പേര് ക്രൂഡിൽ ട്രേഡ് ചെയ്യാറുണ്ട്. സോ അവർക്ക് ഒരു അനലൈസിസ് ആവാൻ മതി. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കൂടി. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് നമ്മളിപ്പോൾ ഇനി അനലൈസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്രൂഡിൻ്റെ സ്ട്രക്ചർ ഇവിടുന്ന് ഒരു ഷാർപ്പ് അപ്സൈഡ് ആയിരുന്നു. ഓക്കെ, ദെൻ ഒരു റീട്രേസ്മെൻറ്റ്, ദെൻ അപ്സൈഡ്, ദെൻ റീട്രേസ്മെൻറ്റ്. ബട്ട് ഈ ഒരു ഏരിയ തന്നെയാണ് സപ്പോർട്ട് എടുക്കുന്നു. പിന്നെ റിട്രേസ്, പിന്നെ സപ്പോർട്ട്. വീണ്ടും നമ്മുടെ ഈ ഒരു ലോ അടിച്ചിട്ടുണ്ടല്ലോ, അവിടെ തന്നെയാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ക്രൂഡ്. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ. സോ ആ ഒരു സപ്പോർട്ട് നമ്മുടെ ബൈങ് സോൺ തന്നെയാണ്. ആ ഒരു സപ്പോർട്ട് വരുന്നത് നമ്മളിതിങ്ങനെ ഇവിടുന്നാണ് അത് നമ്മളിങ്ങനെ ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം സപ്പോർട്ട്. ഓക്കെ, പിന്നെ ഒരു ട്രെൻഡ് ലൈൻ മുകളിൽ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരുന്നു കണ്ടോ. സോ ക്രൂഡ് സ്റ്റിൽ വീക്ക് ആയിട്ടില്ല. വീക്ക് എപ്പോഴാകുക? ഇതിൻ്റെ ബിലോ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ ബിലോ ഏത് നമ്മുടെ ആ ലെവലാണ് 5,300 ബിലോ ക്ലോസിങ് വന്നാൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഇതിൻ്റെ ബിലോ അപ്പോഴേ നമ്മുടെ ക്രൂഡിൽ ഒരു ബിയറിഷ്നെസ് തുടങ്ങുന്നു. ഓക്കെ, 5,000 കറക്റ്റ് 300 ആക്കി. ഓക്കെ, ആ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ആ സ്ട്രക്ചർ എന്നിട്ട് ബിയറിഷ് ആവും. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി സോ ഇപ്പോൾ നിലവിൽ ക്രൂഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ബൈങ് സോണിലാണ് ഇപ്പോൾ ക്രൂഡ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഇനി നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരിക. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് കണ്ടോ ബൈങ് സോൺ തന്നെയാണ്. ഒരു പ്രാവശ്യം ഇവിടെ ബൗൺസ് ചെയ്തു കണ്ടോ, ഇൻസൈഡ് ബാറാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ബൈങ് സോണിന് ക്രൂഡ് ഇവിടെ റെഡ് സെല്ലിംഗ് സോണിൽ പിന്നെ ഒരു ഇൻസൈഡ് ബാർ, അതിൻ്റെ ബ്രേക്ക് ഔട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ റെഡ് ക്യാൻഡലിലെ ബിലോ SL വെച്ചിട്ട് നമുക്ക് ട്രേഡ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഈ റെഡ് ക്യാൻഡലിൽ ബിലോ വന്നാൽ ദെൻ മീൻസ് ഈ ഏരിയയ്ക്ക് വരാനുള്ള ചാൻസസ് കൊടുത്തിട്ടുണ്ടാവും. വേറൊരു സപ്പോർട്ട് ഇതിനകത്ത് 1 hour ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു ട്രെൻഡ് ലൈൻ്റെ ഒരു സപ്പോർട്ട് ഇത് ഇവിടുന്ന് വരുന്നുണ്ട്. 1 hour ചാർട്ടിലാണ്, ഇൻട്രാഡേ ബേസിസ് നമുക്ക് നോക്കാം. അത് സ്മോൾ ടൈം ഫ്രെയിം ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ നമ്മുടെ വീക്ക്ലി ടൈം ഫ്രെയിം 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു ഹൈന് ഇതിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കൂടി വരുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റിൽ ക്രൂഡ് ഒരു സോണിലാണ്. ഓക്കെ, ഒരു സോണിലാണ് സ്റ്റിൽ ക്രൂഡ്. ഇനി ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇൻട്രാഡേ പർപ്പസാണ് ഈ സപ്പോർട്ട് ഏതാ നമ്മുടെ ഈ വീക്കിൻ്റെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ 1 hour ആണ് ഇത് ലോ 5,630. ഓക്കെ, ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഈ ഒരു ലോ. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഗ്രീൻ ആക്കി വെച്ചോളൂ, സപ്പോർട്ട് സോൺ ആണ്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ താഴേക്ക് വരും, ബട്ട് അത് ബൈങ് സോൺ തന്നെയാണ്. സോ ക്രൂഡിൽ ഒത്തിരി ബിയറിഷ് ആവരുത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് RSI നോക്കുകയാണെങ്കിൽ RSI ഓൾമോസ്റ്റ് ഡൈവർജൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് എങ്ങനെ ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ RSI നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കണ്ടോ, ക്രൂഡ് ഇവിടെ ബോട്ടം അടിച്ചിട്ടുണ്ടായിരുന്നു താഴെ, മീൻസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ്, ഇവിടെ പ്രൈസ് ഫ്ലാറ്റാണ്. ബട്ട് RSI റെഗുലർ ബേസിസിൽ മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. RSI റെഗുലർ ബേസിസിൽ മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു വീക്ക്നെസ് കാണുന്നില്ല. സപ്പോസ് ക്രൂഡ് താഴേക്ക് വന്നാലും സഡൻ താഴേക്ക് വന്നാലും RSI ഇവിടെ സപ്പോർട്ട് എടുക്കും. മീൻസ് ക്രൂഡിൽ നമ്മുടെ സപ്പോർട്ട് സോണിൽ നമ്മുടെ താഴെയാണല്ലോ, സോ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഓക്കെ, സോ RSI നമ്മുടെ ഓവർസോൾഡ് സോണിലാണ് ഇപ്പോൾ RSI കിടക്കുന്നത്. ഓക്കെ, സോ ഇനി RSIയുടെ ഇത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇനി ഒരു 15 minutes ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സപ്പോർട്ട് സോൺ ആണല്ലോ ക്രൂഡിൻ്റെ. ക്രൂഡ് ഒരു ബ്രേക്ക് ഔട്ട് ഓൾറെഡി തന്നിട്ടുണ്ട് ഇൻട്രാഡേ ബേസിസിൽ. ഇങ്ങനെ ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് കണ്ടോ, ഈ ഒരു ട്രെൻഡ് ലൈൻ അത് ഞാൻ കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്കത് പിന്നെ റിമൂവ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇത് ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതിവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ട്രെൻഡ് ലൈൻ റെഡ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തന്നു, പിന്നെ മുകളിൽ പോയി റിജക്ഷൻ എടുത്തിട്ട് താഴേക്ക് വരുന്നു. ഓക്കെ, താഴെ ഒരു റീടെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ റീടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്.
തിരിച്ച് ഇവിടുന്ന് കയറുവാണെങ്കിൽ ബ്രേക്കൗട്ട് ജെന്വൻ ബ്രേക്കൗട്ട് ആയിരിക്കും ഉള്ളത്. ഓക്കെ, സോ റെസിസ്റ്റൻസ് ഇത് ഇവിടെ നിന്നല്ലേ, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഇത് റെഡാക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഇൻട്രാഡേ ബേസിസിൽ. ഇങ്ങനെ കണ്ടോ, ഇവിടെ നിന്നല്ലേ സെല്ലിങ്, പ്രൈസ് താഴേക്ക് വന്നു, ഒരു ബൈ ജനറേറ്റ് ആയി, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി, സെലർ ജനറേറ്റ് ആയി താഴേക്ക് വന്നു. സോ ഇത് എസ് എൽ ആയിരിക്കും. സോ ഇതിൻ്റെ അബവ് 5770 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ അവിടെ നിന്നാണ് ഇപ്പോൾ ഈ റിജക്ഷൻ കിട്ടിയിരിക്കുന്നത്. അത് കണ്ട ഈ ഒരു ഏഴ്സ് തന്നെ ഈ ഏരിയയിൽ ഈ ഫ്രഷ് സെലേഴ്സ് ഉണ്ടായിരുന്നു, വീണ്ടും മുടങ്ങി. സോ ഇനി പ്രൈസ് തിരിച്ച് പതിങ്ങിന് മുകളിലേക്ക് കയറുവാണെങ്കിൽ ഇതിൻ്റെ അബവ് നല്ല ഒരു എസ് എൽ അവർക്ക് കിട്ടും. സോ പ്രൈസ് നെക്സ്റ്റ് ലെവൽ പ്രൈസിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ കിട്ടും 5862. ഓക്കെ, സോ ചാൻസസ് ഉണ്ട് ഈ ഇവിടെയാണ് പിന്നെ നെക്സ്റ്റ് സെലർ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മുകളിൽ ലെവൽ 5945 അപ്പോൾ പിന്നെ ഈ ട്രെൻഡ് ലൈൻ മുകളിലത്തെ ട്രെൻഡ് ലൈൻ്റെ അവിടെ വരും. സോ ഇവിടെ കുറച്ച് ദിവസം ചിലപ്പോൾ കൺസോളിഡേഷൻ ചെയ്യും നെക്സ്റ്റ് വീക്ക് കുറച്ച് ദിവസം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബ്രേക്കൗട്ട് കിട്ടുവാണെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ ബ്രേക്കൗട്ട് കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു ബ്രേക്കൗട്ട് ആവാം. ആ ബ്രേക്കൗട്ട് 6065 അബവ് 6065 യെസ് 6070 കൂട്ടിക്കും കേട്ടോ, 6070 അതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ സോ ഈ ഒരു ഫുള്ള് ഈ ട്രയാങ്കിളുടെ ബ്രേക്കൗട്ട് ആയിരിക്കും. ആ ബ്രേക്കൗട്ട് മുകളിലേക്ക് എവിടെ വരെ പോകേണ്ടതാണ് 6800 വരെ. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക് ഇത്ര വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ചിലപ്പോൾ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് റിക്കവറി അനുസരിച്ചായിരിക്കുള്ളൂ. ബട്ട് ഇവിടെ നിന്ന് കൂടുതൽ ബിയറിഷ് ആവേണ്ട ആരും, കാരണം ഇത് ബൈ ചാൻസ് ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് സപ്പോർട്ട് സോൺ തന്നെയാണ് ഇത്. ക്ലോസിങ് ഇതിൻ്റെ ബിലോ 5300 ക്ലോസിങ് ബിലോ ആണ് വരികയാണെങ്കിൽ അപ്പോഴേ നമ്മൾ ശരിക്കും ബിയറിഷ് ആവേണ്ടതാണ്. സോ ഫർദർ താഴേക്ക് ലെവൽസ് കിട്ടും. ബട്ട് RSI ഞാൻ പറഞ്ഞ പോലെ RSI 3 ഓവർ സോൾഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RSI സ്റ്റിൽ ഈ തൊണ്ണൂറ് ഫ്ലാറ്റ് തന്നെയാണ്. കണ്ടോ, ഇവിടെയും സപ്പോർട്ട്. സോ താഴേക്ക് വന്നാൽ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും കയറാനുള്ള ചാൻസസ് ഉണ്ടാകും. അനലൈസിസ് വീഡിയോ ആണ്. സോ റിസ്ക് എടുക്കരുത് ആരും. ഒത്തിരി നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. പ്രൈസ് ആക്ഷൻ ബേസിൽ വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ ഇനി ഇത്രേ ഉള്ളൂ ക്രൂഡിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വീക്ക് നമുക്ക് പറയാം. ഹ്യൂജ് ബ്രേക്കൗട്ട് കിട്ടുവാണെങ്കിൽ ഹ്യൂജ് ബ്രേക്കൗട്ടിനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം കൺസോളിഡേഷൻ ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു കൺസോളിഡേഷൻ, ഒത്തിരി ലോങ് പീരീഡുള്ള കൺസോളിഡേഷൻ ആണ്. ഓക്കെ, സോ ചാൻസസ് ക്രൂഡ് മുകളിലേക്ക് പോകാനുള്ളത്. ഓക്കെ, സോ ഇനി ബാക്കി അനാലിസിസ് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.